ഗസാലി ഇമാമിൻ്റെ രണ്ടാമത്തെ ഉപദേശം നോമ്പിനെ ബാത്തിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. എന്താ? ഗീബത്ത്, നമീമത്ത്, പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുക, ഏഷണി വെച്ച് നടക്കുക. ഇതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് റമദാൻ മാസത്തിലെങ്കിലും ഒന്ന് നന്നാവാൻ നമ്മൾ നോക്കണം. ഏറ്റവും ചുരുങ്ങിയത് റമദാൻ മാസത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നന്നാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തിനാണ് വെറുതെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നത്? ഞാൻ കുറ്റം പറയൊന്നുമല്ല, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ എന്ന് ആ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഇത് കുറ്റമല്ലാതായി മാറുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കള്ളു കുടിച്ചുകൊണ്ട് കള്ളല്ലാതെ പാലായി മാറുമോ? മാറാൻ പോണില്ലല്ലോ. വെറുതെ കുറ്റം പറയാം. റമദാൻ മാസം വെറുതെ ഇരുന്ന് കുറ്റം പറയാം. ഏതെങ്കിലും ഒരാൾ പള്ളിയിലേക്കൊക്കെ വരാൻ തുടങ്ങിയ കണ്ടോ, ഓനിപ്പോൾ പള്ളിയിലേക്കൊക്കെ വന്ന്, ഓനൊക്കെ ഇപ്പോൾ പള്ളിക്ക് വന്നു. അപ്പോൾ ഒന്നാമത്തെ സഫില ഓനെ പുസ്തകത്തെ എന്താ കമ്പനി. അപ്പോൾ നോമ്പറുടെ സമയത്തൊക്കെ അങ്ങനെ സജീവമാണണ്ട. ഈ പെരുന്നാളോ ഹുത്തുബ കഴിഞ്ഞാണ്ടല്ലോ ഓനെ വൈക്കണ കാണില്ല എന്ന് പറയും. ആരാ മനുഷ്യന്മാരത് പറയും? നമ്മളെ ഏൽപ്പിച്ചേ. അപ്പോൾ വെറുതെ ഗീബത്ത് പറയാ, വെറുതെ നമീമത്ത് പറയാ. അതിനൊക്കെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരു സമയമാണ് ഈ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ. അല്ലാത്ത മാസത്തിലും സൂക്ഷിക്കണം, റമദാനിൽ പ്രത്യേകം സൂക്ഷിക്കണം. ഈ നാവിന് അല്ലാഹു തആല സംവിധാനിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ചുണ്ട്, അതിൻ്റെ ഉള്ളിൽ 2 പല്ല്. ആ പല്ലിൻ്റെ ഉള്ളിലെ നാവിനെ വെച്ചത് എന്തിനാ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ആവശ്യമില്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. സേഫാണ് ആളവിടെ, അവിടെ ഇരുന്നോട്ടെ ആള്. എടുത്ത ഭയങ്കര പ്രശ്നമാണ്. എടുത്ത എന്താ പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞത് അവിടെ അങ്ങനെ നിഴലിച്ചെല്ലാ കാലത്തും നിൽക്കും. അപ്പോൾ റമദാൻ മാസത്തിൽ അൽ ഗീബത്തു വൻ നമീമത്തു, ഗീബത്ത് നമീമത്ത് എന്ന് പറഞ്ഞാൽ അത് ഫിന്നാർ, അത് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അതൊരു വിശ്വാസിയിൽ ഒരുമിച്ച് കൂടൂല എന്നുള്ളതാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളാലോചിക്കുന്ന എന്താ അറിയോ? ഞാൻ ഗീബത്ത് പറയില്ല, ഞാൻ നമീമത്ത് പറയില്ല എന്നുള്ളതല്ല. ഒരു ദിവസം ഫോണിൻ്റെ റെക്കോർഡൊന്ന് ഓണാക്കിയിട്ട് പോക്കറ്റിലിടുക, ഫോണിൻ്റെ റെക്കോർഡൊന്ന് ഓണാക്കി പോക്കറ്റിലിടുക. ഉറങ്ങുന്ന നേരം ഒന്ന് കേട്ടോ കൊണ്ട് എത്ര ഗീബത്ത് പറയും, എത്ര നമീമത്ത് പറഞ്ഞ് നമുക്ക് അപ്പോൾ മനസ്സിലാവും. വെറുതെ നമ്മളിങ്ങനെ ഓരോ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്തിന്? നമുക്കറിയാത്ത മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഗീബത്ത് നമീമത്തിനൊരു അപ്ഡേറ്റ് വേർഷൻ ഉണ്ട്. എന്താണെന്നറിയോ? എന്താ? ഗീബത്ത് നമീമത്തിനൊരു അപ്ഡേറ്റ് വേർഷൻ ഉണ്ട്. അതെന്താ? ഇപ്പം പറച്ചിലില്ല, കൊടുക്കലുള്ളൂ. ഒരു വാർത്ത കിട്ടണോ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നു. പുതിയ ഗീബത്തും നമീമത്തുമാണ്. ഇപ്പം ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ഓരോ ന്യൂസ് ചാനലിലൊക്കെ കാണും, ഇന്ന മനുഷ്യനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന മനുഷ്യൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്തു. അത് പ്രചരിപ്പിക്കാൻ എന്ത് ഇൻട്രസ്റ്റാണെന്നറിയോ? അത് ഗീബത്തും നമീമത്തും അല്ലേ? ചിലപ്പോൾ അയാൾ നിരപരാധി ആയിരിക്കൂലേ? ഇപ്പോഴത്തെ മീഡിയാസിൻ്റെ പ്രശ്നം എന്താ? ഒരാളെ ഒരു പീഡന കേസിൽ അറസ്റ്റ് ചെയ്താൽ ഉടൻ വരും, ഇന്ന വ്യക്തിയെ പോസ്കോ കേസ് വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പം വിടും. എന്നിട്ട് പിന്നെ കേസും കോടതി, അയാൾ റിമാൻഡിലൊക്കെ പോയി കേസും കോടതിയൊക്കെ ആയിട്ട് ചിലപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് വിധി എഴുതും. ആ വിധി ഏതെങ്കിലും ഒരു ന്യൂസ് കൊടുക്കണം, നിങ്ങൾ കണ്ടുക്കണം? ഇല്ല. ഒരു ന്യൂസും ഞങ്ങൾ അന്ന് കൊടുത്തത് അയാൾ ഇന്ന് നിരപരാധിയാണ് വന്നിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ന്യൂസ് ചാനലിന് എപ്പോഴും താല്പര്യം ഇങ്ങനെ കത്തിക്കാനുള്ളൂ, കെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല. ഇത് നമ്മൾ ഷെയർ ചെയ്യും. ഇതിന് പുതിയ കുട്ടികൾ അമ്മാവന്മാരെന്ന് പറയാം. പുതിയ കാലത്തെ കുട്ടികൾ അമ്മാവന്മാരെന്ന് അവർ വിളിക്കുക. കിട്ടേണ്ടതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക, ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ വിടുക. അത് ഗീബത്തുണ്ടാവും, അതിന് നമീമത്തുണ്ടാവും. ആ വിഷയത്തിൽ നമ്മൾ മാറി നിൽക്കണം. മൂന്നാമത്തത്, നമ്മൾ എന്ത് കേൾക്കണം എന്നത് നമ്മൾ തീരുമാനിക്കണം. ഒരാൾ ഗീബത്തും നമീമത്തും പറയുകയാണെങ്കിൽ മെല്ലെ നമ്മുടെ ഫോണൊന്നും എടുത്തിട്ട് പോരാട്ടോ എന്നാണ് പോയ വിഷയം തീർന്ന്. ഫോൺ വന്നില്ലേലും പോരാട്ടോ ഒറ്റ പോക്കട പോയാൽ ആ കേൾക്കൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഇത് നമ്മൾ 3 ആളോ 2 ആളോ കൂടി എന്തെങ്കിലും പറയണ്ട, നമ്മളപ്പം ഇവിടെ തുണ കയറ്റി എന്നിട്ട് എന്തുണ്ടായി? ഇങ്ങോട്ട് ആര്? ഇവൻ്റെ മോനോ? നമ്മളതിന് പിന്നെ അതിൻ്റെ മുഖ്യ പ്രഭാഷകൻ നമ്മളായി. അത് നമ്മൾ മാറണ്ടേ? എന്ത് കേൾക്കണം എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. ഹറാമ് കേൾക്കരുത്. യൂട്യൂബിലാണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഹറാമായത് കേൾക്കൂല എന്നങ്ങോട്ട് ഉറപ്പിക്കുക. എന്നിട്ട് നല്ലത് കേൾക്കുകയും ചെയ്യുക. ഖുർആൻ കേൾക്കുക, നല്ല നല്ല വഅളുകൾ കേൾക്കുക, നല്ല നല്ല മദ്ഹ് ഗാനങ്ങൾ കേൾക്കുക. ഇതൊക്കെ കേട്ട് ഖൽബിനൊന്നിങ്ങനെ ഉണർത്തി ഇങ്ങനെ കൊണ്ടുവരിക. ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഖൽബ് എഴുന്നേറ്റ് വെക്കും.
അത് വളരെ പ്രത്യേകത. ഓതാൻ അറിയാത്ത ആളുകളും ഖുർആൻ ഇങ്ങനെ കേട്ടിരിക്കണം. അപ്പം നമ്മൾ എന്ത് കേൾക്കണം, ഈ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എന്ത് കേൾക്കണം എന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺട്രോൾ കൊണ്ടുവരണം. അപ്പം നമ്മളെന്ത് കാണണം, നമ്മളെന്ത് പറയണം, നമ്മളെന്ത് കേൾക്കണം, ഇത് നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. നാലാമത്തെ കാര്യം, നമ്മുടെ കൈകാലുകളെ കൊണ്ട് അതുപോലെ മറ്റ് അവയവങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കൈകാലുകളെ കൊണ്ട് അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളെ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ ജീവിക്കുക എന്നൊരു സിസ്റ്റത്തിലേക്ക് എത്തണം. നമ്മൾ ഒരാളെ ആക്രമിക്കാതെ ഉപദ്രവിക്കാതിരിക്കുക. ഗസാലി ഇമാമിൻ്റെ ഉപദേശങ്ങളിൽ ഞാൻ പറഞ്ഞത് നാലാമത്തെ ഉപദേശം, കൈകാലുകളെ കൊണ്ടും മറ്റ് അവയവങ്ങളെ കൊണ്ടും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഏറ്റവും പുതിയ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുകളാണ്. നമ്മളിത് മനസ്സിലാക്കണം. എത്ര മനുഷ്യന്മാരാണെന്നറിയോ ഒരുപാട് ആളുകളുടെ ഈമാൻ കളയുന്നത്. ഒരുപാട് ആളുകളുടെ ഈമാൻ കളയും ഈ മനുഷ്യന്മാർ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു കല്യാണം നടന്നാൽ നമ്മുടെ സ്റ്റാറ്റസിൽ അതുണ്ടാകും. എന്നിട്ട് അതിൻ്റെ സേവ് ദി ഡേറ്റും മറ്റതുമായിട്ട് നമ്മളതവിടെ വെക്കും. ഏതോ സിനിമാ ഗാനങ്ങളും ഹറാമായ ഗാനങ്ങളൊക്കെ സ്റ്റാറ്റസ് നമ്മൾ വെക്കുന്നു. നമ്മൾ വെക്കുന്നു എന്നത് ഒരു തെറ്റാണ്. നമ്മൾ വെക്കുന്നു എന്നൊരു തെറ്റാണ്. അത് മറ്റൊരാളെ കൂടി കാണിപ്പിക്കുന്നു എന്നത് അതിനേക്കാൾ വലിയ തെറ്റുമാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളൊരു തെറ്റ് ചെയ്യുക, ആ തെറ്റിനെ പരസ്യപ്പെടുത്തൽ അതിനേക്കാൾ വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ പറയാറുണ്ട്, സിനിമാ തിയേറ്ററിൽ പോകണ എന്തത്ര വലിയ പ്രശ്നം, വീട്ടിൽ നിന്ന് കണ്ടാൽ ഒരുപോലെയല്ലേ? അല്ല, വീട്ടിൽ നിന്ന് അവന് കാണുമ്പോൾ അവൻ്റെ സ്വന്തം നഫ്സിനായിട്ട് അവൻ അതിക്രമം കാണിച്ചുകൊണ്ട് കാണുക. സിനിമാ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിന്നോട് പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുത്, പരസ്യമായി തെറ്റ് ചെയ്യരുതെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളതാണ്. ആ കൽപ്പനയെ മറികടന്നുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തിയേറ്ററിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റായിപ്പോയി എന്നതാണ്. ഇതുപോലെ നമ്മുടെ സ്റ്റാറ്റസുകളിൽ നമ്മളൊരു ഹറാമ് ചെയ്യുന്നു, ആ ഹറാം മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിപ്പിച്ചു കൊടുക്കുന്നു. പുതിയ കാല പെൺകുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോളേജിൻ്റെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ചാടിക്കളിക്കണതും തുള്ളിക്കളിക്കണതും ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ എന്ത് ചെയ്യും, അവർ സ്റ്റാറ്റസ് ഇടും. എത്ര മനുഷ്യന്മാരിത് കാണും, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരും മറ്റൊക്കെ ഇതിങ്ങനെ കാണും. സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യർ പോലും ഇതിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് വഴി വിതക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ നോക്കണം. എന്തിനാണ് അങ്ങനെ അനാവശ്യമായ സ്റ്റാറ്റസ് തന്നെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ സ്റ്റാറ്റസ് എത്ര നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഒരു കഅബൻ്റെ ഫോട്ടോ ഇട്ട് നോക്കി, അതിന് പ്രതിഫലം ഉണ്ടല്ലോ. നല്ലൊരു വഴല് അത് ഇട്ട് നോക്കൂ, അതിന് പ്രതിഫലമായി. ഒരു മദ്ഹ് ഇട്ട് നോക്കൂ, അതിന് 4 ആൾ കേട്ടാൽ അതിന് പ്രതിഫലമായി. അപ്പം എത്ര പ്രതിഫലമായി? ചില ആളുകളുണ്ട് സ്ഥിരമായ സ്റ്റാറ്റസ് ഇടുന്നതാണ്. ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി, അല്ലെങ്കിൽ ഒരു സ്വലാത്തുല്ലിൽ കൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇത് വായിക്കുമ്പോൾ നമ്മളൊരു സ്വലാത്തുല്ലു, അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടി. എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ സ്റ്റാറ്റസ് വഴി നമ്മൾ ഹറാമുകൾ വിതച്ച് മറ്റൊരാളുടെ കൽബ് കൂടി മോശപ്പെടുത്തുന്ന രീതി, അത് വളരെ മോശപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.